In the previous video, we have discussed what is a graph, order, degree of a graph, etc. So in this video, I'm gonna discuss about these topics. First of all, what is a subgraph, walk, trial, path, circuit, cycle and connector graph. അപ്പോൾ എന്താണ് ഒരു സബ് ഗ്രാഫ് എന്ന് നോക്കാം. എപ്പോഴാണ് ഒരു ഗ്രാഫ് മറ്റൊരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആകുന്നത്? നമ്മൾ സെറ്റ് തിയറിയിൽ സബ്സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കേട്ടിട്ടുണ്ട്. സിമിലർ കൺസെപ്റ്റാണ് ഇവിടെയും. എപ്പോഴാണ് ഒരു സെറ്റ് മറ്റൊരു സെറ്റിൻ്റെ സബ്സെറ്റ് ആവുന്നത്? ആ സെറ്റിലുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ പേരൻറ്റ് സെറ്റിലുണ്ടെങ്കിൽ ആ സെറ്റ് പേരൻറ്റ് സെറ്റിൻ്റെ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റും. സിമിലർ കൺസെപ്റ്റാണ് ഗ്രാഫ് തിയറിയിൽ നമ്മൾ സബ് ഗ്രാഫിനും പറയുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് മറ്റൊരു ഗ്രാഫിൻ്റെ സബ് ഗ്രാഫ് ആണെന്നെങ്കിൽ രണ്ട് കണ്ടീഷനാണുള്ളത്. വെർട്ടെക്സ് സെറ്റ് ഓഫ് എസ് എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ വെർട്ടെക്സ് സെറ്റ് ഓഫ് ജി ആയിരിക്കണം. അതുപോലെ എഡ്ജ് സെറ്റ് ഓഫ് എസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എഡ്ജ് സെറ്റ് ഓഫ് ജി ആയിരിക്കണം. അപ്പോൾ വെർട്ടെക്സ് സെറ്റ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെറ്റ് ഓഫ് ഓൾ V1, V2, V3, V4 അല്ലേ? ഇതാണ് വെർട്ടെക്സ് സെറ്റ് ഓഫ് എസ്. V1 അഡ്ജസെൻറ്റ് V2 ആണ്, V2 അഡ്ജസെൻറ്റ് V3 ആണ്, V3 അഡ്ജസെൻറ്റ് V4, അതുപോലെ V4 അഡ്ജസെൻറ്റ് V1 ആണ്. അപ്പോൾ ഇതേ സിമിലർ ഒരു സെറ്റ് നമുക്ക് ഇവിടെയും കണ്ടെത്താൻ പറ്റും, ഇവിടെ ജിയിലും കണ്ടെത്താൻ പറ്റും. ദാറ്റ് ഈസ് V1, V2, V3, V4 ഇതെല്ലാം V1, V2 അഡ്ജസെൻ്റ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഡ്ജ് സെറ്റ് നമുക്ക് കിട്ടി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പം വെർട്ടെക്സ് സെറ്റ് ഓഫ് എസ് വെർട്ടെക്സ് സെറ്റ് ഓഫ് ജിയിൽ കണ്ടെയ്ൻഡ് ആണ്, എഡ്ജ് സെറ്റ് ഓഫ് എസ് കണ്ടെയ്ൻഡ് ഇൻ എഡ്ജ് സെറ്റ് ഓഫ് ജി ആണ്. സോ നമുക്ക് എന്ത് പറയാം? എസ് ഈസ് എ സബ് ഗ്രാഫ് ഓഫ് ജി എന്ന് പറയാം. നെക്സ്റ്റ് നോക്കുന്നത് എന്താണ് ഒരു വോക്ക്. അപ്പോൾ ഒരു UV വോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? യു എന്ന് പറയുന്ന വെർട്ടെക്സിൽ തുടങ്ങി വി എന്ന് പറയുന്ന വെർട്ടെക്സിൽ എൻഡ് ചെയ്യുന്ന ഒരു വോക്ക്, അതിനെയാണ് UV വോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ UV വോക്ക് എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ഓഫ് വെർട്ടിസസ് ആണ് ഇൻ ജി, ബിഗിനിങ് വിത്ത് യു ആൻഡ് എൻഡിങ് വിത്ത് വി സച്ച് ദാറ്റ് കോൺസിക്യൂട്ടീവ് വെർട്ടിസസ് ഇൻ ദ സീക്വൻസ് ആർ അഡ്ജസെൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സീക്വൻസ് ഓഫ് വെർട്ടിസസിനെയാണ് വോക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫിഗറിൽ കണ്ടതുപോലെ ഇപ്പോൾ എസ് എന്ന് പറഞ്ഞ ഗ്രാഫിലെ സീക്വൻസ് ഓഫ് വെർട്ടിസസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ V1, V2, V3, V4 അല്ലേ? ഇവിടെ നമ്മൾ V1, V2 എന്ന് എഴുതി. V1, V2 എന്താണ്? അഡ്ജസെൻ്റ് ആണ്. അപ്പോൾ കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത് വരുന്ന വെർട്ടിസസ് എന്തായിരിക്കണം? അഡ്ജസെൻ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സീക്വൻസ് ഓഫ് വെർട്ടിസസ് അടങ്ങിയ ഒരു ഇതിനെയാണ് നമുക്ക് വോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒരു ട്രയൽ? എപ്പോഴാണ് ഒരു വോക്ക് ട്രയൽ ആകുന്നത് അത് നോക്കാം. അപ്പോൾ ഒരു UV trial in a graph is defined to be a UV walk in which no edge is repeated more than once. അപ്പം ഒരു ട്രയൽ എന്ന് പറയുന്നത് ഒരു വോക്ക് തന്നെയാണ്, പക്ഷേ ആ വോക്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു എഡ്ജും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു വോക്ക് എടുക്കുകയാണ് ഞാൻ ഈ ഫിഗറിൽ നിന്ന്. UV അല്ലെങ്കിൽ UWY X അല്ല UWY YWV. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇതൊരു UV വോക്കാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ ട്രയൽ സിൻസ് WY എന്ന് പറയുന്ന എഡ്ജ് 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ട്രയൽ ആവില്ല. അപ്പോൾ ഇനി ഒരു ട്രയൽ എങ്ങനെ എഴുതാൻ പറ്റും? ഒരു UV ട്രയൽ എഴുതുവാണ്. UWY YX XWWV. ഇവിടെ ഒരു എഡ്ജും തന്നെ റിപ്പീറ്റായി വന്നിട്ടില്ല, പക്ഷേ ഇതൊരു വോക്കും കൂടിയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, അതൊരു വോക്കാണ്, പക്ഷേ എഡ്ജൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി ഒരു സ്റ്റാർട്ടിങ് വെർട്ടെക്സും എൻഡിങ് വെർട്ടെക്സും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? അതൊരു ക്ലോസ്ഡ് ഫിഗറായിട്ട് വരില്ലേ? സോ അതിന് നമുക്കൊരു ക്ലോസ്ഡ് വോക്ക് എന്ന് പറയാം. ഇനി സ്റ്റാർട്ടിങ് വെർട്ടെക്സും എൻഡിങ് വെർട്ടെക്സും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? അതൊരു ഓപ്പൺ വോക്ക് എന്ന് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്താണ് ഒരു UV പാത്ത്? അപ്പോൾ UV പാത്ത് എന്ന് പറയുന്ന ഒരു വോക്ക് തന്നെയാണ് ഇൻ എ ഗ്രാഫ് ഇൻ വിച്ച് നോ വെർട്ടിസസ് ആർ റിപ്പീറ്റഡ്. ഇഫ് നോ വെർട്ടെക്സ് ഇൻ എ വോക്ക് ഈസ് റിപ്പീറ്റഡ് ദെൻ നോ എഡ്ജ് ഈസ് ഓൾസോ റിപ്പീറ്റഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ട്രയലിൽ. ഇവിടെ പാത്തിനകത്താണെങ്കിലോ ഒരു വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു വെർട്ടെക്സും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എഡ്ജും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഒരു എഡ്ജ് വരുന്നതെന്ന് പറഞ്ഞാൽ 2 വെർട്ടെക്സിനെ കണക്ട് ചെയ്തിട്ടല്ലേ ഒരു എഡ്ജ് വരുന്നത്.
സോ ഒരു വെർട്ടെക്സുകളും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഡ്ജും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാ പാത്തുകളും ട്രയലാണ്, എല്ലാ ട്രയലുകളും വോക്കാണ്. പക്ഷേ കോൺവേഴ്സ് ശരിയാവില്ല. ഇനി എന്താണ് ഒരു സർക്യൂട്ട് എന്ന് നോക്കാം. ഓക്കെ, എ സർക്യൂട്ട് ഇൻ എ ഗ്രാഫ് G ഈസ് എ ക്ലോസ്ഡ് ട്രയൽ ഓഫ് ലെങ്ത് 3 or more. അപ്പോൾ ഒരു ക്ലോസ്ഡ് ട്രയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്യൂട്ട് എന്ന്. ട്രയൽ എന്തായിരുന്നു? ട്രയലിനകത്ത് നമുക്ക് എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അങ്ങനെയുള്ളൊരു ട്രയൽ ക്ലോസ്ഡും കൂടെ ആയാലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർക്യൂട്ട് എന്ന്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ യുവിൽ തുടങ്ങി യുവിൽ എൻഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണിത് അല്ലേ. അപ്പോൾ യുവിൽ തുടങ്ങി U to V to W to Y to X to again W to U. ഇവിടെ എന്താണ്, ഒരു എഡ്ജും തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ട്രയൽ തന്നെയാണ്. ഇതൊരു ക്ലോസ്ഡ് ഫിഗറാണ്. കാരണം സ്റ്റാർട്ടിംഗ് വെർട്ടെക്സും എൻഡിങ് വെർട്ടെക്സും സിമിലർ ആണ്. സോ ഒരു ക്ലോസ്ഡ് ഫിഗറും കൂടിയാണ്. ഇറ്റ് ഈസ് കോൾഡ് എ സർക്യൂട്ട്. ഇനി എ സർക്യൂട്ട് ദാറ്റ് റിപ്പീറ്റ് നോ വെർട്ടെക്സ് എക്സെപ്റ്റ് ഫോർ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വെർട്ടെക്സ് ഇസ് എ സൈക്കിൾ. അപ്പോൾ സൈക്കിളിന് ഒരു ക്ലിയർ എക്സാമ്പിളാണ് എന്താ, നമ്മുടെ സർക്കിൾ അല്ലേ. സർക്കിളിനകത്ത് എൻഡിങ് വെർട്ടെക്സും അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സും സെയിം ആണ്. പക്ഷെ വേറെ ഒരു വെർട്ടെക്സുകളും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സർക്യൂട്ടിൽ വേറെ ഏത് വെർട്ടെക്സും ഒന്നും റിപ്പീറ്റ് ചെയ്യത്തില്ല, പക്ഷേ എക്സെപ്റ്റ് ഫോർ ദ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വെർട്ടെക്സ്. അതാണ് ഒരു സൈക്കിൾ. അതിനൊരു ക്ലിയർ എക്സാമ്പിളാണ് നമ്മുടെ സർക്കിൾ. ഓക്കെ, എ കെ സൈക്കിൾ ഈസ് എ സൈക്കിൾ ഓഫ് ലെങ്ത് കെ. അപ്പോൾ കെ ലെങ്ത് ഉള്ള ഒരു സൈക്കിളിനെയാണ് എന്ത് പറയുന്നത്? കെ സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് ഒരു കണക്റ്റഡ് ഗ്രാഫ്? ഇതെല്ലാം ഫണ്ടമെൻ്റൽ തിങ്സ് ആണ് ഗ്രാഫ് തിയറിയിൽ. നമ്മൾ ഏത് ടോപ്പിക്സ് എടുത്താലും ദീസ് തിങ്സ് ഫോൾസ് അണ്ടർ ദ ബേസിക് തിങ്സ്. ഓക്കെ, ഇനി G കണ്ടെയ്ൻസ് എ UV പാത്ത്, then U and V are said to be connected or U is connected to V. അപ്പോൾ അവിടെ ഒരു പാത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊരു ഗ്രാഫിനെ എപ്പോഴാണ് ഒരു കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുന്നത്? ഏത് രണ്ട് വെർട്ടെക്സ് എടുത്താലും നമുക്ക് അവിടെ ഒരു പാത്ത് കൺസിഡർ ചെയ്യാൻ പറ്റണം. ഇപ്പോൾ G കണ്ടെയ്ൻസ് എ UV പാത്ത്, ദെൻ U ആൻഡ് V ആർ സെറ്റ് ടു ബി കണക്റ്റഡ്, അല്ലെങ്കിൽ U ഈസ് കണക്റ്റഡ് ടു V എന്ന് പറയും. ഇപ്പോൾ രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് വെർട്ടെക്സും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടൊരു പാത്ത് ഫൈൻഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്റ്റഡ് ആണെന്ന് പറയാം. എ ഗ്രാഫ് G ഈസ് കണക്റ്റഡ് ഇഫ് എവറി ടു വെർട്ടിസസ് ഓഫ് G ആർ കണക്റ്റഡ്. അല്ലേ, ഒരു ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഗ്രാഫിനകത്തുള്ള ഏത് രണ്ട് വെർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു പാത്ത് കണ്ടുപിടിക്കാൻ പറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് ആ ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. എ ഗ്രാഫ് G ഈസ് കണക്റ്റഡ് ഇഫ് G കണ്ടെയ്ൻസ് എ UV പാത്ത് ഫോർ എവറി പെയർ U, V ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസ് ഓഫ് G. അപ്പം ഏത് രണ്ട് വ്യത്യസ്തമായ വെർട്ടിസസ് UV എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു UV പാത്ത് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് ഏത് വെർട്ടെക്സുകൾക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാലും നമുക്ക് ആ ഗ്രാഫ് കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇനി പറയുന്നത് എന്താണ് ഡിസ്റ്റൻസ് എന്നാണ്. നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡിസ്റ്റൻസ്. ഷോർട്ടസ്റ്റ് പാത്താണ്. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഗ്രാഫ് തിയറിയിലും ഡിസ്റ്റൻസ് പറയുന്നത് സിമിലർ കൺസെപ്റ്റാണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ U ആൻഡ് V. U V എന്താ വെർട്ടിസസുകളാണ്. ഓക്കെ, distance between U and V is the smallest length of any UV path in G and it is denoted by dg of UV. അപ്പോൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ യുവിൽ നിന്ന് വിയിലെത്താൻ രണ്ട് വഴികളുണ്ട്. യുവിൽ നിന്ന് വിയിലേക്ക് ഡിറക്റ്റ് പോവാം, അല്ലാതെ തന്നെ യുവിൽ നിന്ന് വൈയിൽ വന്നിട്ട് വൈയിൽ നിന്ന് വിയിലേക്ക് പോവാം. പക്ഷേ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള പാത്ത് ഏതാണ്? യുവിൽ നിന്ന് വിയിലേക്ക് ഡിറക്റ്റ് പോകുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് UV ജിയോഡെസിക്?
a UV path of length dg of UV or simply d of UV is called UV geodesic. അപ്പം ലെങ്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യു വി ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് UV geodesic. അപ്പോൾ ഒരു UV പാത്ത് അതിൻ്റെ ലെങ്ത് ഡിസ്റ്റൻസ് d of UV ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം UV geodesic എന്ന് പറയാം. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്തത്. എന്താണൊരു സബ് ഗ്രാഫ്, അതുപോലെ തന്നെ എന്താണൊരു വോക്ക്, ട്രയൽ, പാത്ത്, സർക്യൂട്ട്, സൈക്കിൾ ആൻഡ് കണക്റ്റഡ് ഗ്രാഫ്. താങ്ക് യു.